കൊല്ലം കണ്ണനല്ലൂർ ജംഗ്ഷൻ വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കിഫ്ബിയിൽ നിന്നും 50.19 കോടി വിനിയോഗിച്ചാണ് ജംഗ്ഷൻ വികസനം. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന കണ്ണനല്ലൂർ ജംഗ്ഷന് വികസന പദ്ധതികൾ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം ആയൂർ റോഡും കുണ്ടറ കൊട്ടിയം റോഡും സംഗമിക്കുന്ന പ്രധാന ജംഗ്ഷനാണ് കണ്ണനല്ലൂർ ജംഗ്ഷൻ. റോഡിന്റെ വീതി കുറവും ജംഗ്ഷനിൽ വന്നുചേരുന്ന റോഡുകളുടെ വളവും മൂലം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന പ്രദേശമാണിവിടം. ഇതിന് പരിഹാരമായി ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് കണ്ണനല്ലൂർ ജംഗ്ഷൻ വികസനം. കിഫ്ബിയിൽ നിന്നും 50.19 കോടി രൂപ വിനിയോഗിച്ചാണ് കണ്ണനല്ലൂർ ജംഗ്ഷന്റെ വികസനം നടത്തുന്നത്. വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. പങ്കാളിത്തത്തോടുകൂടി ഇവിടുത്തെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തോടുകൂടി ഏറെ നാളായി നമ്മൾ കാത്തിരിക്കുന്ന കണ്ണനല്ലൂർ ടൗൺ വികസനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ എനിക്ക് തൊട്ട് മുമ്പ് 16-21 കാലഘട്ടത്തിൽ ഇവിടെ MLA ആയിരുന്ന, അപ്പോൾ മന്ത്രിയായി പ്രവർത്തിച്ച ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മയുടെ പീരീഡിലാണ് കണ്ണനല്ലൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഗവൺമെൻറ്റിൽ നിന്നും അനുവാദം വാങ്ങി ആ പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് 21 ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ ഈ ടൗൺ വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോയി. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ AP അധ്യക്ഷത വഹിച്ചു. പ്രോജക്ട് ഡയറക്ടർ M അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. NK പ്രേമചന്ദ്രൻ MP മുഖ്യ അതിഥിയായിരുന്നു. മുൻ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗായത്രി ദേവി, തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജുമ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AL നിസാമുദ്ദീൻ, തൃക്കോവിൽവട്ടം പഞ്ചായത്ത് അംഗങ്ങളായ ഷംലാൽ, ഷബാന റിയാസ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയരാജ, CPI നേതാവ് M രാധാകൃഷ്ണൻ, അബ്ദുൽ ഗഫൂർ ലബ്ബ, ജിതിൻ മോഹൻ, വെങ്കടരമണൻ പോറ്റി, നവാസ് പുത്തൻവേട, P ഷിജാർ, മഞ്ജുഷ PR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.